ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവചനം എന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. കർത്താവായ ഈശോ തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകട്ടെ. വചനം കേൾക്കുവാനും ആ വചനത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുവാനുമുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കട്ടെ. കർത്താവായ ഈശോയെ, ഈ തിരുവചനം ശുശ്രൂഷ കേൾക്കുന്ന എല്ലാവരെയും ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും അനുഭവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സാക്ഷ്യത്തിലൂടെ തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാക്ഷ്യം ഇതാണ്. നമ്മുടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വട്ടായി അച്ഛൻ്റെ കൺവെൻഷൻ കോഴിക്കോട് വെച്ച് നടന്നപ്പോൾ ഒരു ടീച്ചറും 4-5 വയസ്സ് പ്രായമുള്ള ഒരു മോളും അന്ന് സ്റ്റേജിൽ വന്ന് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം ഇങ്ങനെയാണ്: വർഷങ്ങളായിട്ട് ഈ മോൾക്ക് മരുന്നില്ലാതെ അവൾക്ക് കക്കൂസിൽ പോകാൻ സാധിക്കില്ല. മരുന്ന് കൊടുത്താൽ തന്നെ വളരെയധികം വിഷമിച്ചും വളരെ കഷ്ടപ്പെട്ടുമാണ് അവൾ ബാത്റൂമിൽ പോകുന്നത്. പിതാ കുടുംബത്തെ വളരെയധികം അസ്വസ്ഥമാക്കി. മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോലും മണിക്കൂറുകൾ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് അവൾക്കൊരല്പം ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ മരുന്നുകളും ഡോക്ടർമാരെ എല്ലാം മാറി മാറി പരീക്ഷിച്ചു. അവസാനം വട്ടായി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഷാലോം TV-യിലൂടെ നടക്കുന്ന അഭിഷേകാഗ്നി ശുശ്രൂഷ സമയത്ത് തങ്ങളുടെ മകളെ ബാധിച്ചിരുന്ന ആ വലിയൊരു ബന്ധനം, ആ രോഗത്തിൻ്റെ ബന്ധനം വിട്ടുപോയെന്ന് ഒരു 10,000-ഓളം ആളുകളുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് ആ ടീച്ചർ തൻ്റെ മകളെ ഒക്കത്തിരുത്തിക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത്. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന സാക്ഷ്യം, ഈ ധ്യാനം കഴിഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച ഒരപ്പനും അമ്മയും അവരുടെ ചെറിയ മോനെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അവർ വന്ന് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ കൺവെൻഷനിൽ പങ്കെടുക്കുകയുണ്ടായി. ആ കൺവെൻഷനിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ബാത്റൂമിൽ പോകാനുള്ള അവളുടെ ബുദ്ധിമുട്ട് മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഞങ്ങൾ കേട്ടു. അച്ഛാ, ഞങ്ങളുടെ ഈ മോനും അതേ പ്രശ്നമാണുള്ളത് അച്ഛാ. 4 വർഷത്തോളമായി ഇവൻ മരുന്ന് ഇല്ലാതെ ഇവന് ബാത്റൂമിൽ പോകാൻ സാധിക്കില്ല. ഇനി മരുന്ന് കഴിച്ചാൽ പോലും അവനത് വളരെ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല അച്ഛാ, കുഞ്ഞ് വളരെ കഷ്ടപ്പെട്ടാണ് അവൻ ബാത്റൂമിൽ വരുന്നത്. അത് കഴിയുമ്പോൾ അവന് വളരെയധികം തളർന്നു പോകുന്നു. അതുമാത്രമല്ല, ബാത്റൂമിൽ പോകുമ്പോൾ ചോരയാണ് അച്ഛാ പോകുന്നത്. ആ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്: ആ ടീച്ചറിൻ്റെ മകനെ സുഖപ്പെടുത്താൻ സാധിക്കുന്ന കർത്താവിന് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ സാധിക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പള്ളിയുടെ അൾത്താരയിൽ എൻ്റെ ഒരു ചെറിയ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഇവർ വന്നത്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരി, വട്ടായി അച്ഛൻ്റെ ശുശ്രൂഷയിലും ഈ ദേവാലയത്തിൽ നടക്കുന്ന ഈ കുഞ്ഞു ശുശ്രൂഷകളുടെ എല്ലാത്തിൻ്റെയും അതിനാഥൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിന് നിന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അപ്പനും അമ്മയും ഉറക്കെ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവാണ് ഏറ്റവും വലിയ ഡോക്ടർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞിനെ ഈ രോഗപീഡയിൽ നിന്നും മോചിപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് സാധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവായ യേശുവേ,
അങ്ങിന്നും ജീവിക്കുന്നുവെന്ന് ലോകം അറിയുന്നതിന് അങ്ങയുടെ നാമത്താൽ, ഈശോയെ നിന്റെ നാമത്താൽ ഈ കുഞ്ഞിന് സൗഖ്യം ലഭിക്കട്ടെ. കർത്താവെ, അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഈ കുഞ്ഞിനെ അലസോരപ്പെടുത്തുന്ന ആ രോഗപീഠ വിട്ടുപോകട്ടെ. അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാം കണ്ടപ്പോൾ ആ ടീച്ചറിൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുത്ത കർത്താവെ, ഈ ചെറിയ ശുശ്രൂഷയിലൂടെ ഈ കുഞ്ഞിനും സൗഖ്യം ലഭിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കർത്താവാണ് ഏറ്റവും വലിയ ഡോക്ടർ എന്ന് 1000 വട്ടം ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മരുന്നും മന്ത്രവും ഒന്നും ഫലം തരാത്ത ഈ കുഞ്ഞിൻ്റെ അവസ്ഥ, ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ യാതൊരു മരുന്നുമില്ലാതെ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ അപ്പോൾ തന്നെ കുഞ്ഞിന് ബാത്റൂമിൽ പോകുവാനും കുഞ്ഞിൻ്റെ അസ്വസ്ഥത വിട്ടുമാറുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ ആ അപ്പനും ആ അമ്മയും കുഞ്ഞും അൾത്താരയിൽ വന്ന് എല്ലാവരോടും പറഞ്ഞു, കർത്താവായ ഈശോ എൻ്റെ കുഞ്ഞിനെ വർഷങ്ങളായി ബന്ധിച്ചിട്ടിരുന്ന വലിയ ഒരു രോഗത്തിൽ നിന്ന് കർത്താവായ ഈശോ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറെ ആരുമല്ല സൗഖ്യം തരുന്നത്, ഈശോയാണ് സൗഖ്യം തരുന്നത്. ഈ വൈദികരെയും ശുശ്രൂഷകരെയും സഭയെയും കർത്താവ് ഉപകരണമാക്കിക്കൊണ്ട് ഏറ്റവും വലിയ ഡോക്ടറായ യേശുവാണ് സൗഖ്യം കൊടുക്കുന്നത്. ഈ വചനം നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം, ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. കർത്താവിനെ ഒന്ന് സ്പർശിക്കാൻ, കർത്താവിനെ തൊടാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ട് അവരെല്ലാവരെയും സുഖപ്പെടുത്തി. പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നവര്, അല്ലെങ്കിൽ പള്ളികളിലേക്ക് വരുന്നവര്, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന നിത്യാരാധന കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുന്നവര് പലവിധ രോഗങ്ങളാലും കഷ്ടതകളാലും വിഷമിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ എൻ്റെ കർത്താവേ, ഏറ്റവും വലിയ ഡോക്ടറെ എന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരാളെയും കർത്താവ് വെറും കൈയോടെ പറഞ്ഞയക്കില്ല. 2 വർഷങ്ങൾക്ക് മുൻപ് ക്യാൻസർ മാറിയ ഒരു സഹോദരി യേശുക്രിസ്തു എന്നെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി. ഈ കഴിഞ്ഞ ദിവസം ക്യാൻസർ ബാധിച്ച ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനിതാ ഡോക്ടറിനെ കാണാൻ പോകുകയാണ്, എനിക്കിതാ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്, കീമോ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു കേട്ടു, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ വേറൊരാളോട് പറയുന്നത് ഞാൻ കേട്ടു. അത് വേറൊന്നുമല്ല, ഈ രോഗം വന്നവരാരും തന്നെ ജീവിച്ചിരുന്നിട്ടില്ല, അവരെയും കൊണ്ട് ഈ രോഗം പോവുകയുള്ളൂ എന്ന് പറയണത് ഞാൻ കേട്ടുവെച്ച. ഈശോയ്ക്ക് എന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ആ സഹോദരി ഒരു പുരോഹിതനോട് ചോദിക്കുകയാണ്, അച്ഛാ, കർത്താവിന് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കൽ ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ സാധിക്കും. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് ആ നിമിഷം തന്നെ അവന് സൗഖ്യം ലഭിക്കുകയാണ്. അവൻ്റെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ആ കുഷ്ഠത്തിൻ്റെ എല്ലാ പീഡകളും അവനെ വിട്ടുപോവുകയാണ്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. കർത്താവായ യേശു സുഖപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പേരെ എനിക്ക് കാണിച്ചു തരുവാൻ സാധിക്കും.
അതുകൊണ്ട് കർത്താവിന് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. നീ ധൈര്യമായിട്ട് ചികിത്സയ്ക്ക് പോവുക. കാരണം നിന്നെ പരിശോധിക്കുന്ന ഡോക്ടർമാരെ കർത്താവ് അനുഗ്രഹിക്കും. നിനക്ക് നൽകുന്ന മരുന്നുകളെ കർത്താവ് ആശീർവദിക്കും. കർത്താവിന് മനസ്സുണ്ട് നിന്നെ സുഖപ്പെടുത്തുവാൻ. ഈ വചനം കേട്ടുകൊണ്ട് വീടുകളിലിരിക്കുന്ന അനവധിയായിട്ടുള്ള രോഗബാധിതരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മളുടെ ഇടയിൽ ജീവിച്ചത് നമ്മളെ ആശ്വസിപ്പിക്കുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനുമാണ്. പലവിധ രോഗങ്ങളാലും ഒരു രോഗം മാറുമ്പോൾ വേറെ രോഗം വന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുന്നവര്, കർത്താവിന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം, മാമോദീസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ജോർദാൻ നദിക്കരയിൽ നിന്ന് ഈശോ പുറപ്പെടുകയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: യേശു ആത്മാവിൻ്റെ ശക്തിയോടെയാണ് ഗലീലയിലേക്ക് പുറപ്പെട്ടത്. അതിനുശേഷമുള്ള വചനമാണ് നാം കേട്ടത്, ലൂക്ക 6:19. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും സൗഖ്യം കൊടുത്തു. ജോർദാൻ നദിക്കരയിൽ സ്നാനം സ്വീകരിക്കാൻ നിന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. സ്വർഗത്തിന്റെ അധികാരവും സ്വർഗത്തിന്റെ ശക്തിയും സ്വർഗത്തിന്റെ കപ്പാസിറ്റിയുമാണ് യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നത്. ആ ദൈവാത്മാവിന്റെ ശക്തിയാലാണ് ഈശോ ഗലീലിലേക്ക് പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാം വാക്യം നാം വായിച്ചു കേൾക്കുന്നത്, യേശു പരിശുദ്ധാത്മാവിൽ പൂരിതനായി ആത്മാവിൽ നിറഞ്ഞ് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചും ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ ഗ്രാമങ്ങളും നഗരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ പിതാവായ ദൈവം കർത്താവായ യേശുവിൻ്റെ വചനത്തെ അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ സ്ഥിരീകരിച്ചു. അതാണ് ചെകിടന് കേൾവിശക്തി, അതാണ് കുരുടന് കാഴ്ചശക്തി, അതാണ് തളർവാദ രോഗികൾക്ക് സൗഖ്യം ലഭിച്ചത്, അതാണ് രക്തസ്രാവക്കാരിക്ക് സൗഖ്യം കിട്ടിയത്. അപ്പൊ ചെകിടനും കുരുടനും ഒക്കെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഒക്കെ ലഭിച്ചത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചന പ്രഘോഷണം കർത്താവ് നടത്തിയപ്പോഴാണ്. അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ കർത്താവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും സ്വർഗം സ്ഥിരീകരിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് സുവിശേഷത്തിൻ്റെ കാലഘട്ടത്തിലൂടെ തീർന്നില്ല. ആദിമ ക്രൈസ്തവ സഭയിലൂടെ അത് തുടർന്നുകൊണ്ടേയിരുന്നു. അതിന്നും നമുക്കറിയാം. എവിടെയെല്ലാം ശക്തമായിട്ട് വചനം പ്രഘോഷിക്കപ്പെടുന്നുവോ, എവിടെയെല്ലാം ശക്തിയോടെ തുറവിയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ, അവിടെയെല്ലാം ഇന്നും അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ രോഗശാന്തിയിലൂടെ മാനസാന്തരത്തിലൂടെ അനുതാപത്തിലൂടെ സ്വർഗം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു. ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നാം വരുമ്പോഴാണ് രോഗശാന്തി ശുശ്രൂഷ നടക്കുന്നത്. അപ്പോൾ രോഗം ബാധിച്ച ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് മാനസികവും ശാരീരികവുമായി രോഗം ബാധിച്ച വ്യക്തിയെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണല്ലോ രോഗശാന്തി ശുശ്രൂഷ. ഈ രോഗശാന്തി ശുശ്രൂഷയുടെ കാതലെന്ന് പറയുന്നത് ശക്തമായ വചനപ്രഘോഷണമാണ്, ശക്തമായ മാനസാന്തരമാണ്. പഴയ നിയമം നമുക്കറിയാം, പാപമാണ് എല്ലാ രോഗങ്ങൾക്ക് കാരണമെന്ന് വിശ്വസിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ പാടിയിരിക്കുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികൾക്ക് ആരോഗ്യമില്ല, എൻ്റെ ശരീരത്തിന് ശക്തിയില്ല, എൻ്റെ പാപങ്ങൾ നിമിത്തം ഞാൻ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം ശക്തമായിട്ട് വചനം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെ മാനസാന്തരം നടക്കുകയാണ്.
പാപത്തിൽ നിന്ന് മനുഷ്യൻ പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തെ സ്വീകരിക്കുമ്പോൾ, വചനം സ്വീകരിക്കുമ്പോൾ അവൻ്റെ മനസ്സിന് മാത്രമല്ല അവിടെ പരിവർത്തനം വരുന്നത്, അവൻ്റെ ശരീരത്തിനും പരിവർത്തനം വരികയാണ്. അതായത് രോഗബാധിതമായ കോശങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യമുള്ള കോശങ്ങളെ ലഭിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ അവിടുന്ന് അബീമേലെക്കിനെ സുഖപ്പെടുത്തണമേ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, എല്ലാ രോഗശാന്തികളുടെയും ഉടയവൻ എന്ന് പറയുന്നത് ദൈവമാണ്. എല്ലാ രോഗശാന്തികളുടെയും അടിത്തറ എന്ന് പറയുന്നത് ദൈവമാണ്. കാരണം അബ്രഹാമിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം അബീമേലെക്കിനെയും അനുചരന്മാരെയും സുഖപ്പെടുത്തി. അപ്പോൾ ദൈവമാണ് എല്ലാ രോഗശാന്തികളുടെയും വിടുതലിന്റെയും ഉടമ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ 2 സംഭവങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഒന്നാമത്തേത് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഹെസക്കിയ എന്ന് പറയുന്ന രാജാവിന് രോഗബാധയുണ്ടായി. ആമോസിന്റെ പുത്രൻ ഏശയ്യാ പ്രവാചകൻ രാജാവിന്റെ അടുത്ത് ചെന്ന് പറയുന്നത്, ആ വചനത്തിലേക്ക് പോകുന്നില്ല, അതിന്റെ കാതൽ മാത്രം പറയുകയാണ്. ആ ഹെസക്കിയ രാജാവിനോട് പറയുന്നു, ഹെസക്കിയ നീ മാനസാന്തരപ്പെടണം, ഇതാ നീ രോഗബാധിതനാണ്, നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നീ മരണമടയും, ഈ രോഗം മൂർച്ഛിച്ച് നീ മരണമടയും. നേരെ മറിച്ച് നീ മാനസാന്തരപ്പെട്ട് നീ ദൈവത്തിൽ അഭയം തേടിയാൽ നിന്റെ ആയുസ് നീട്ടിത്തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹെസക്കിയ രാജാവ് ആ നിമിഷം മുതൽ മാനസാന്തരപ്പെടുകയാണ്. തൻ്റെ അകൃത്യങ്ങളെ ഓർത്ത്, വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്താത്തതിനെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് തൻ്റെ വസ്ത്രം കീറി മതിലിനോട് ചേർന്ന് നിന്നുകൊണ്ട് കരയുന്ന ഹെസക്കിയ രാജാവിനെയാണ് ആ വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ അപ്പോൾ തന്നെ ഏശയ്യാ പ്രവാചകന്റെ അടുത്ത് വന്ന് ചെന്ന് പറഞ്ഞു, ഇത് ഉടനെ മടങ്ങിപ്പോയിട്ട് ഹെസക്കിയ രാജാവിനോട് പറയണം, ഹെസക്കിയ നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീര് മാനസാന്തരത്തിൻ്റെതാണ്, നിന്റെ കണ്ണുനീര് അനുതാപത്തിൻ്റെതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുതാപത്തിൻ്റെ കണ്ണുനീരിനെ, മാനസാന്തരത്തിൻ്റെ കണ്ണുനീരിനെ സ്വർഗം വിലമതിക്കുകയാണ്. അതിൻ്റെ ഒരു അടയാളമാണ്, അതിൻ്റെ ഒരു ഉത്തരമാണ് യെശയ്യാ പ്രവാചകനിലൂടെ വചനം പറയുകയാണ്, ഇതാ നിന്റെ രോഗം പൂർണ്ണമായി മാറിയിരിക്കുന്നു, നിന്റെ ആയുസ് 15 വർഷത്തേക്ക് കൂടി നീട്ടിത്തരികയാണ്. അപ്പൊ കലശലായ രോഗം ബാധിച്ച് മരണത്തോട് മല്ലടിച്ചിരുന്ന ഈ ഹെസക്കിയ രാജാവിന് താൻ മാനസാന്തരപ്പെട്ട് അനുതാപത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ കൂടോത്രങ്ങളിലോ മന്ത്രവാദങ്ങളിലോ തന്ത്രങ്ങളിലോ ആ ആചാരങ്ങളിലോ ഒന്നും ആശ്രയിക്കാതെ തൻ്റെ മനസ്സ്, തൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ച്, തൻ്റെ തിന്മ നിറഞ്ഞ വഴികൾ ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടുകയാണ്. പഴയ നിയമത്തിൽ തന്നെ മറ്റൊരു സംഭവം നമുക്കറിയാം. അതായത് ദൈവത്തിൽ ആശ്രയിക്കാതെ മാനസാന്തരപ്പെടാതെ തിന്മയിൽ തന്നെ നിലനിന്ന ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ. അവിടെ ആസ എന്ന് പറയുന്ന രാജാവാണ്. ആസ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലില് രോഗം ബാധിച്ചു. ഈ രോഗം ബാധിച്ച് ആസ മരണത്തോട് മല്ലടിക്കുകയാണ്. ഇവിടെ വചനം പറയുന്നത് ആസ ദൈവത്തിൽ ആശ്രയിച്ചില്ല, നേരെ മറിച്ച് മന്ത്രവാദികളിൽ, കൂടോത്തരങ്ങളിൽ, മനുഷ്യരിൽ ആശ്രയിച്ചു. ഇതിന്റെ ഫലമായിട്ട് ആസ പൂർവികരോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ആസ മരണമടഞ്ഞു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമവും പുതിയ നിയമവും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗാണുക്കളും നമ്മളെ വിട്ടുപോകും.
അതുകൊണ്ടാണ് ആധുനിക വചന പ്രഘോഷകർ, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് വചന പ്രഘോഷകർ ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ? രോഗാണുക്കളെ, രോഗപീഠകളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ബഹിഷ്കരിക്കുന്നു, നിങ്ങളെ ബന്ധിക്കുന്നു. കാരണം പുതിയ നിയമം നമുക്ക് കാണിച്ചു തരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ അഭയം തേടുന്നവര്, ആശ്രയിക്കുന്നവര് എന്തു തന്നെ രോഗമാണെങ്കിലും കർത്താവ് അവർ ഉപേക്ഷിക്കില്ല എന്നാണ്. അപ്പോൾ മനസ്സ് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവവചനത്തിൽ ആശ്രയിച്ച് ഏറ്റവും വലിയ ഡോക്ടറായ കർത്താവായ യേശുക്രിസ്തുവിൽ അഭയം തേടുമ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന തിന്മകള്, നമ്മളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങള്, നമ്മളെ ബാധിച്ചിരിക്കുന്ന അസ്വസ്ഥതകള്, ഇവയെല്ലാം ബന്ധിക്കപ്പെടും, ഇവയെല്ലാം ബഹിഷ്കരിക്കപ്പെടും. കുർദിസ്ഥാനിലെ വിശുദ്ധ ക്രിസ്റ്റീനയുടെ ജീവിത ചരിത്രം. ക്രിസ്റ്റീന എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട അടിമ പെണ്ണാണ്. ഈ കുർദിസ്ഥാനിൽ ഒരു ആചാരമുണ്ടത്രേ, ആരെങ്കിലും മാരകമായ രോഗം ബാധിച്ചാൽ മരണത്തോട് മല്ലടിക്കുമ്പോൾ വൈദ്യന്മാരും ഡോക്ടർമാരും ഒക്കെ കൈവെടിയുമ്പോൾ അവിടെ മറ്റുള്ള എല്ലാ വീടുകളിലും ചെന്ന് ചോദിക്കും, ഈ രോഗിയെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മന്ത്രം നിങ്ങളുടെ കൈവശമുണ്ടോ? അങ്ങനെ വിശുദ്ധ ക്രിസ്റ്റീന ജീവിച്ചിരുന്ന ആ ഗ്രാമത്തിൽ ഒരു കുഞ്ഞ് മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ മരണത്തോട് അടുക്കുകയാണ്. വൈദ്യന്മാരെല്ലാം കൈവെടിഞ്ഞു. ഈ അമ്മ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ ഗ്രാമത്തിലെ ഓരോ വീടുകളിൽ ചെന്ന് മുട്ടി. അവരോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ നിങ്ങളുടെ കൈവശം എന്തെങ്കിലും മന്ത്രങ്ങളോ എന്തെങ്കിലും മരുന്നുകളോ ഉണ്ടോ? എല്ലാവരും അവളെ കൈവെടിഞ്ഞു. ഏറ്റവും അവസാനം അടിമപ്പെണ്ണായ വിശുദ്ധ ക്രിസ്റ്റീനയുടെ ആ കുടിലിൽ ചെന്ന് അവളുടെ വാതിക്കൽ മുട്ടി. വിശുദ്ധ ക്രിസ്റ്റീന വാതിൽ തുറന്നു. അപ്പോൾ ഈ അമ്മ തൻ്റെ കുഞ്ഞിനെ കൈകളിലെടുത്ത് കുഞ്ഞിനെ ക്രിസ്റ്റീനയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ക്രിസ്റ്റീന, നീ ഒരു അടിമപ്പെണ്ണായതുകൊണ്ട് നിന്റെ വീട്ടിൽ ഞാൻ ആദ്യം വന്നില്ല. മറ്റെല്ലാ ഭവനങ്ങളിൽ ഞാൻ പോയി. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ഒരു മന്ത്രവും അവരുടെ കൈവശമില്ല. നിന്റെ കൈവശം എന്തെങ്കിലും മന്ത്രമുണ്ടോ? ഈ ക്രിസ്റ്റീനയുടെ ജീവിത ചരിത്രം പറയുന്നത്, വിശുദ്ധ ക്രിസ്റ്റീന ഈ കുഞ്ഞിനെ 2 കരങ്ങളിലെടുത്തു, സ്വർഗത്തിലേക്ക് ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഈശോയെ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ. എന്നിട്ട് പല ആവർത്തി ഈശോ 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 എന്ന് ആവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ക്രിസ്റ്റീനയുടെ ജീവിത ചരിത്രം പഠിപ്പിക്കുന്നത് ആ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചുവെന്നാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ എത്രയോ സാക്ഷ്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. മാരകമായ ക്യാൻസർ ബാധിച്ചിട്ടുള്ള എത്രയോ പേർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. പല ആത്മായ ശുശ്രൂഷകരുടെ ധ്യാനങ്ങളിൽ പോലും അടയാളങ്ങളിലൂടെ കർത്താവ് സംസാരിക്കുന്നതായിട്ട് എത്രയോ സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുന്നത്. അതിനർത്ഥം നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നുവെന്നാണ്. അപ്പോൾ രോഗബാധിതരായിട്ട് നിരാശയിൽ കിടക്കേണ്ടവരല്ല. ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പല രോഗികളും കട്ടിലിലാണ്, ശരീരം തളർന്നിട്ടുള്ളവര്, മാരകമായ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ളവര്, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നവര്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മുൻപിലൊക്കെ അച്ഛൻ അവതരിപ്പിക്കാനുള്ളത് വിശുദ്ധ ക്രിസ്റ്റീന അവതരിപ്പിച്ചതുപോലുള്ള ഒരേ ഒരു മന്ത്രമാണ്. കർത്താവായി യേശുക്രിസ്തു, അവൻ ഏറ്റവും വലിയ ഡോക്ടറാണ്. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നും ഈ ലോകത്തില്ല. അതുകൊണ്ടാണ് ഈശോ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജനങ്ങളെല്ലാം അവനെ സ്പർശിക്കാനായിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നത്. അവനെ സ്പർശിച്ചപ്പോൾ തന്നെ അവനിൽ നിന്ന് പോസിറ്റീവ് എനർജി, ദൈവത്തിൻ്റെ ആത്മാവ്, സഹായകൻ, ഹോളി സ്പിരിറ്റ് അവനിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ട് രോഗികൾക്ക് സൗഖ്യം കൊടുത്തത്. അതേ ക്രിസ്തു കത്തോലിക്ക സഭയിലൂടെ ഇന്നും ജീവിക്കുന്നു. അതേ ക്രിസ്തു വചനം, തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലൂടെ ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്നു. ഈ വചനം, തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ
പ്രഘോഷിക്കപ്പെടുന്നത് ക്രിസ്തുവെന്ന ഒരേ ഒരു നാമം മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നാമത്തിൻ്റെ ശക്തിയാൽ ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷ കേൾക്കുന്ന എല്ലാ രോഗികളും, അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ ബന്ധുമിത്രാദികൾക്ക് യേശുവിൻ്റെ നാമം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ, സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, ഏറ്റവും വലിയ ഡോക്ടറെ, അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന കർത്താവെ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളും ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ പോരായ്മകളും ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ വിശ്വാസക്കുറവുകളും അവിടെ നിന്ന് ഏറ്റെടുക്കണമേ. കർത്താവെ, നിന്റെ ആത്മാവിനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ, നിന്റെ അഭിഷേകത്തെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിൽ രോഗബാധിതമായിരിക്കുന്ന എല്ലാ ആ കോശങ്ങളും, രോഗബാധിതമായിട്ടുള്ള കോശങ്ങൾ, ഞങ്ങളിലുള്ള രോഗാണുക്കൾ, കർത്താവെ നിന്റെ നാമത്തിൽ, യേശുവെ നിന്റെ നാമത്താൽ ഇപ്പോൾ ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ. ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനം തിരുവചനം ശുശ്രൂഷ കേൾക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്താൽ, സൗഖ്യദായകനായ യേശുവേ നിന്റെ നാമത്താൽ ഈ ശുശ്രൂഷയിലൂടെ, ഈ ടെലിവിഷൻ ശുശ്രൂഷയിലൂടെ അനേകർക്ക് സൗഖ്യം ലഭിക്കട്ടെ. തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യം ലഭിക്കട്ടെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം വിട്ടുപോകട്ടെ. വയറ്റിലെ മുഴകളും വയറ്റിലെ പുണ്ണുകളും വായിലെ പുണ്ണുകളും എല്ലാം വിട്ടുപോകട്ടെ. കണ്ണുവേദനയും ചെവിവേദനയും കാലുവേദനയും വാതരോഗങ്ങളും എല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്താൽ വിട്ടുപോകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.